നിങ്ങൾക്ക് ദൃശ്യം 3യുടെ കഥ കേൾക്കണോ? ജോർജ് കുട്ടിയെ പൂട്ടാൻ സേതുരാമയ്യർ CBI വരുന്നു. ആരാണ് യഥാർത്ഥത്തിൽ വരുണിനെ കൊന്നത്? നിങ്ങൾ ദൃശ്യം 1ഉം 2ഉം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഥയും തീർച്ചയായും ഇഷ്ടപ്പെടും. കൂടാതെ ഈ കഥ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക, കാരണം ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ? കഥ കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. IG തോമസ് ബാസ്റ്റ്യൻ IPSന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് തൻ്റെ സഹപ്രവർത്തകയായ ഗീതാ പ്രഭാകറിൻ്റെ ഏക മകൻ വരുൺ പ്രഭാകറിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് രണ്ടാമതും അന്വേഷണ വിധേയമാക്കുന്നത്. തോമസ് ബാസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടത്തിയിട്ടും ജോർജ് കുട്ടിയെയും കുടുംബത്തെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ വലിയ പരാജയമായി മാറിയത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വ്യക്തമായ തെളിവുകൾ ഇല്ലായെങ്കിലും വരുൺ എന്ന ചെറുപ്പക്കാരൻ്റെ തിരോധാനത്തിൽ ജോർജ് കുട്ടിക്കും കുടുംബത്തിനും പങ്കുണ്ടെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏത് വിധേനയും തെളിയിക്കണമെന്ന വാശിയായിരുന്നു IG തോമസ് ബാസ്റ്റിന്. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ആഭ്യന്തരമന്ത്രിയെ കണ്ട് കേസ് ഡയറി CBIക്ക് കൈമാറിയത്. നാളിതുവരെയുള്ള കേസിൻ്റെ എല്ലാ രേഖകളും വിശദമായി പഠിച്ച CBI അന്വേഷണം തുടങ്ങി. സേതുരാമയ്യരുടെ നേതൃത്വത്തിലുള്ള CBI സംഘമാണ് വരുണിൻ്റെ തിരോധാനം അന്വേഷിക്കുന്നത്. തുടക്കത്തിൽ കേസന്വേഷണം നടത്തിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും കോൺസ്റ്റബിൾ സഹദേവനടക്കമുള്ള പോലീസുകാരോടും കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ പ്രഭാകറിന് ഈ കേസുമായി മുന്നോട്ട് പോകാനോ പ്രതികളെ കണ്ടെത്തുന്നതിനോ വലിയ താല്പര്യമില്ലായിരുന്നുവെന്നും ജോർജ് കുട്ടിയോടും കുടുംബത്തോടും ഒരു സോഫ്റ്റ് കോർണർ മനോഭാവമായിരുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. രാജാക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ കേബിൾ TV സ്ഥാപനം നടത്തിയിരുന്ന ജോർജ് കുട്ടി കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ് 3 വർഷം കൊണ്ട് സാമ്പത്തികമായി ഒട്ടേറെ വളർന്നുവെന്നതും ജോർജ് കുട്ടിയുടെ പുരയിടത്തിൻ്റെ 2 ഏക്കർ സ്ഥലത്തിന് പുറമെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്ത് വിഹിതവും വിൽപ്പന നടത്തി കണ്ണായ സ്ഥലം വിലയ്ക്ക് വാങ്ങി സിനിമാ തിയേറ്റർ പണിതതും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തിയതിനെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. പോലീസ് കോൺസ്റ്റബിൾ സഹദേവൻ ഇരിട്ടിത്തറ തോമാച്ചൻ്റെ വീട്ടിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോയപ്പോൾ ജോർജ് കുട്ടി ഒരു മഞ്ഞക്കാറിൽ പോകുന്നത് കണ്ടതായി പറയുന്നുണ്ട്. എന്നാൽ അത് ജോർജ് കുട്ടിയാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാണ് തോമാച്ചനും അന്ന് സഹദേവനോടൊപ്പം പോയ ഓട്ടോ ഡ്രൈവറും പറയുന്നത്. ഒരു മഞ്ഞക്കാർ ഇരിട്ടിത്തറ തോമാച്ചൻ്റെ വീടിനോട് ചേർന്ന് റോഡരികിൽ നിർത്തിയിട്ടതായും നമ്പർ ഓർമ്മയില്ല എന്നും സഹദേവനും ഓട്ടോ ഡ്രൈവറും CBI അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. മാത്രവുമല്ല, സ്റ്റാർട്ട് ആകുന്നതിന് മുന്നേ അലാറം അടിച്ചിരുന്നെന്ന സഹദേവന്റെ മൊഴി ഇരിട്ടിത്തറ തോമാച്ചനും ഓട്ടോ ഡ്രൈവറും സമ്മതിക്കുകയും ചെയ്തു. ഈ പ്രദേശത്തെ റിട്ടയർഡ് പ്രൊഫസർക്കും അതുപോലൊരു മഞ്ഞക്കാറുണ്ടെന്നും അവരുടെ മൊഴിയിലുണ്ടായിരുന്നു. ലോക്കൽ പോലീസിന്റെ കേസന്വേഷണത്തിൽ ആ പ്രൊഫസറുടെ കാർ അന്ന് അവിടെ പാർക്ക് ചെയ്യുകയോ അതുവഴി സഞ്ചരിക്കുകയോ ചെയ്തോ എന്ന് അന്വേഷിച്ചതായി കാണുന്നില്ല. CBIയുടെ അന്വേഷണത്തിൽ പ്രൊഫസറുടെ കാറിന് അലാറം ഇല്ല എന്ന് മാത്രമല്ല, ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ കാർ ഇവിടെ ഇല്ലായിരുന്നെന്നും കൊച്ചിയിലെ ഒരു ഡീലറിൽ നിന്നും എടുത്തതായതുകൊണ്ട് സർവീസിന് വേണ്ടി കൊണ്ടുപോയതായിരുന്നെന്നും അറിയാൻ കഴിഞ്ഞു. ആ പ്രദേശത്ത് പത്രം, പാൽ തുടങ്ങിയവ വിതരണം ചെയ്യുന്നവരെ കണ്ടെത്തുകയും അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള കാർ ജോർജ് കുട്ടിയുടെ റബ്ബർ തോട്ടത്തിനോട് ചേർന്നുള്ള റോഡിൽ നിർത്തിയിട്ടത് കണ്ടിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു. വരുണിനെ അടക്കം ചെയ്ത പോലീസ് സ്റ്റേഷന്റെ തറ ഇളക്കി പരിശോധിക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന തഹസിൽദാർ, DYSP രഘുറാം, മറ്റ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവിടെ കുഴിച്ചു നോക്കാൻ വന്ന തൊഴിലാളികൾ തുടങ്ങി അന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്തതിൽ നിന്ന് അടുത്ത കാലത്തൊന്നും തറ കുത്തിപ്പൊളിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നെന്നും ദൃശ്യമെന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പോലീസുകാർ ജോർജ് കുട്ടിയെ കൊടുക്കാൻ അവിടെ ബോഡി കുഴിച്ചിട്ടതല്ലെന്നും മനസ്സിലാക്കുന്നു. ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്താൽ പോലീസ് സ്റ്റേഷൻ വീണ്ടും കുഴിച്ച് പരിശോധിച്ചപ്പോൾ കിട്ടിയ അസ്ഥികൂടത്തിന്റെ ചില അവശിഷ്ടങ്ങൾ DNA ടെസ്റ്റിന് അയക്കുകയും ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ അതിൻ്റെ കാലപ്പഴക്കം നിലവിലെവിടെ നിന്ന് കണ്ടെടുത്തതെന്ന് പറയപ്പെടുന്ന, അതായത് ജോർജ് കുട്ടി മാറ്റിയ അസ്ഥികൂടത്തിൻ്റെ കാലപ്പഴക്കവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും കണ്ടെത്തുന്നു. അന്ന് കുഴിച്ചെടുത്ത അസ്ഥികൂടത്തിൻ്റെ തലയോട്ടിയിലുള്ള പൊട്ടലും ഫോറൻസിക് ലാബിൽ സൂക്ഷിച്ച അസ്ഥികൂടത്തിൻ്റെ തലയോട്ടിയിലെ പൊട്ടലും വ്യത്യാസമുള്ളതാണെന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം അസ്ഥികൂടം കണ്ടെത്തിയ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഫോറൻസിക് താൽക്കാലിക പരിശോധന നടത്തിയതിനു ശേഷമാണ് കൂടുതൽ പരിശോധനയ്ക്കായി കോട്ടയത്തേക്ക് അയച്ചത്. കൊച്ചിയിൽ താമസിക്കുന്ന പ്രമുഖ തിരക്കഥാകൃത്തായ വിനയചന്ദ്രനുമായി ജോർജ് കുട്ടി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നെന്നും ജോർജ് കുട്ടി പറഞ്ഞുകൊടുത്ത കഥ വിനയചന്ദ്രന്റെ പേരിൽ പുസ്തകമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചെന്നും ആ കഥയും വരുൺ പ്രഭാകറിന്റെ തിരോധാനവുമായി സാദൃശ്യമുണ്ടെന്നും തോമസ് ബാസ്റ്റ്യൻ CBIയോട് പറയുകയും അതിൻ്റെ ഒരു കോപ്പി നൽകുകയും ചെയ്തു. ഈ കേസിൽ താങ്കൾക്ക് എന്താണ് ഇത്ര താല്പര്യമെന്ന CBIയുടെ ചോദ്യത്തിന്, എനിക്കിത് വെറുമൊരു കേസല്ല, എൻ്റെ സുഹൃത്തായ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തൊരു പേഴ്സണൽ മിഷനാണ്. ദിസ് ഈസ് എ വാർ. ജയിക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും യുദ്ധം ചെയ്യുന്നത്? ഈ യുദ്ധത്തിൽ ഒരു വട്ടം പരാജയപ്പെട്ടവനാണ് ഞാൻ.
എനിക്ക് ജയിച്ചേ മതിയാവൂ. സഹപ്രവർത്തകയുടെ മകൻ എന്നതിലുപരി ഞാനുമൊരു അച്ഛനാണെന്നും വെറും 8ാം ക്ലാസ്സുകാരനായ ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ്റെ മുന്നിൽ പരാജയപ്പെട്ടതിൻ്റെ മാനക്കേടിന് പരിഹാരമുണ്ടാക്കേണ്ടത് കൊണ്ടാണെന്നുമുള്ള അയാളുടെ മറുപടി കേട്ട് CBI ഓഫീസറായിട്ടുള്ള സേതുരാമയ്യർ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു. CBIയുടെ മേൽനോട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങളുടെ DNA ടെസ്റ്റ് റിപ്പോർട്ടിൽ വരുണിൻ്റെ ബോഡിയാണെന്ന് കണ്ടെത്തുകയും എന്നാൽ പ്രഭാകർ അല്ല വരുണിൻ്റെ പിതാവെന്ന സത്യം കൂടി അറിയുന്നു. രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികൂടത്തിൻ്റെ റിസൾട്ട് അല്ല അന്ന് വന്നതെന്ന് CBIക്ക് പൂർണ്ണമായും ബോധ്യമാവുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെടുത്ത ഫോറൻസിക് ലാബിലേക്ക് അയച്ച അസ്ഥികൂടം ആരോ മാറ്റിയിട്ടുണ്ട്. ആര് മാറ്റി, എപ്പോൾ മാറ്റി, എങ്ങനെ മാറ്റി? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള അന്വേഷണമായിരുന്നു പിന്നീട്. കൊച്ചിയിൽ ചെന്ന് തിരക്കഥാകൃത്ത് വിനയചന്ദ്രനെ കണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുകയും ജോർജ് കുട്ടി അവിടെ വരാറുണ്ടെന്നതിന് വിനയചന്ദ്രൻ്റെ മകളും മൊഴി കൊടുക്കുന്നതോടൊപ്പം ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാവുകയും ചെയ്യുന്നു. വിനയചന്ദ്രൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് ലാബിലെ ഗാർഡിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ജോർജ് കുട്ടി പലപ്പോഴായി അവിടെ വന്നിരുന്നെന്നും അയാൾ നിർമ്മിക്കാൻ പോകുന്ന സിനിമയുടെ കഥ മോഷണം പോയാൽ അതിൻ്റെ കോപ്പിറൈറ്റ് കിട്ടാൻ വേണ്ടി ആ കഥ ഒരു പുസ്തകമായി അച്ചടിച്ച കാര്യം തന്നോട് പറഞ്ഞതായും അറിയുന്നു. മാത്രവുമല്ല, രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന വരുണിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൂടം കൊണ്ടുവന്ന ദിവസം ജോർജ് കുട്ടി വന്നിരുന്നെന്നും ഗാർഡ് രാജൻ മൊഴി നൽകുന്നു. ജോർജ് കുട്ടി ഗാർഡ് രാജനെ ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ രേഖകളും സംഘടിപ്പിക്കുന്നു. തൻ്റെ ചിത്രത്തിന് ഒരു ഇതര ക്ലൈമാക്സ് ഉണ്ടായിരുന്നുവെന്ന് വിനയചന്ദ്രൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിനയചന്ദ്രനെ ജോർജ് കുട്ടി പരിചയപ്പെട്ട നാൾ മുതൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബോഡി കണ്ടെടുത്ത കാലപരിധിക്കുള്ളിൽ അപകടമരണം സംഭവിച്ച ഏകദേശം 25 വയസ്സിൽ താഴെ പ്രായമുള്ള പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളുടെ കണക്കുകൾ ശേഖരിക്കുകയും അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും ആ റിപ്പോർട്ടുകൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുഴിച്ചെടുത്തതെന്ന് പറഞ്ഞ, അതായത് ജോർജ് കുട്ടി മാറ്റിയ അസ്ഥികൂടവുമായി ഫോറൻസിക് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ പരിശോധനാ വിധേയമാക്കുകയും അതിൽ ഒരു റിപ്പോർട്ട് ഒത്തുവരികയും ചെയ്തു. മാത്രവുമല്ല, വരുണിൻ്റേതെന്ന് പറഞ്ഞ് ഫോറൻസിക് ലാബിൽ സൂക്ഷിച്ചിട്ടുള്ള അസ്ഥികൂടത്തിന് 3 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമില്ല എന്നും ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ യുവാവിൻ്റെ അഡ്രസ്സിൽ അവൻ്റെ ബന്ധുക്കളെ ബന്ധപ്പെടുകയും ബോഡി അടക്കം ചെയ്ത സ്ഥലം മനസ്സിലാക്കിയ ശേഷം പ്രത്യേക ഉത്തരവ് വാങ്ങി കല്ലറ പൊളിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് അസ്ഥികൂടം കാണാനില്ല എന്നും മനസ്സിലാകുന്നു. വിനയചന്ദ്രൻ പറഞ്ഞ ഇതര ക്ലൈമാക്സ് വെച്ച് സെമിത്തേരിയിലെ ജോലിക്കാരനെ കണ്ടെത്തുകയും അസുഖബാധിതനായി കിടക്കുന്ന അയാളെ ജോർജ് കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ആദ്യം അറിയില്ല എന്ന് പറയുകയും അടുത്തുണ്ടായിരുന്ന അയാളുടെ ഭാര്യ ഈ സാറും കുടുംബവും ഇവിടെ വന്നിട്ടുണ്ടെന്നും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും നല്ല മനുഷ്യനാണെന്ന് പറയുകയും ചെയ്യുന്നതോടെ അയാൾക്ക് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയപ്പോൾ അവർ ഭക്ഷണം കഴിച്ച ഹോട്ടലിലും താമസിച്ച ലോഡ്ജിലും സിനിമാ തിയേറ്ററിലും അന്വേഷണം നടത്തിയ CBIക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. 3-ാം തീയതി അവർ കണ്ടെന്ന് പറഞ്ഞ സിനിമ 4-ാം തീയതിയാണ് അവിടെ മാറി വന്നതെന്നും 3-ാം തീയതി മറ്റൊരു സിനിമയായിരുന്നെന്നും അന്വേഷണത്തിൽ വ്യക്തമാവുന്നു. അങ്ങനെയെങ്കിൽ 4-ാം തീയതി കളിച്ച സിനിമ ഇവർ 3-ാം തീയതി കണ്ടുവെന്ന് പറയുന്നത് കള്ളമാണെന്ന് തെളിയുന്നു. അങ്ങനെ ലോക്കൽ പോലീസ് ശേഖരിച്ച തെളിവുകളും CBI ശേഖരിച്ച തെളിവുകളും സാക്ഷിമൊഴികളും കോടതിയിൽ ഹാജരാക്കുകയും ജോർജ് കുട്ടിയെയും കുടുംബത്തെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉത്തരവ് വാങ്ങുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടി CBI കണ്ടെത്തുന്നു. കുട്ടികൾ ഉണ്ടാവില്ല എന്ന് കരുതിയ പ്രഭാകരനും ഗീതയ്ക്കും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു ആൺകുഞ്ഞ് ജനിച്ചത്. ഗീതയ്ക്ക് മകനോട് പരിധിയിൽ കവിഞ്ഞ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പ്രഭാകരന് മകനോട് അത്രത്തോളം ഇഷ്ടമുണ്ടായിരുന്നില്ല. പല കാരണങ്ങൾക്കും അയാൾ മകനെ അകാരണമായി ശകാരിക്കുന്നത് പതിവായപ്പോൾ പ്രഭാകറിൽ നിന്നും വരുൺ അകലം പാലിച്ചു. ഭാര്യ ഗീതയുമായി മകൻ്റെ കാര്യത്തിൽ പലപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അവസാനം ഭാര്യയുടെ മുന്നിൽ അയാൾ തോറ്റുകൊടുക്കാറാണ് പതിവ്. ഗീത അയാൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അവളോട് പിണങ്ങി നിൽക്കാനോ അവൾക്ക് വിഷമമാകുന്ന കാര്യങ്ങൾ സംസാരിക്കാനോ പ്രഭാകർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഭാര്യയുടെ സന്തോഷം അതായിരുന്നു അയാളുടെ സന്തോഷവും. വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിനാൽ അവർ പ്രശസ്ത ഡോക്ടറുടെ ചികിത്സ തേടിയിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛനാവാൻ കഴിയില്ല എന്ന സത്യം പ്രഭാകർ മനസ്സിലാക്കുന്നു. ഇക്കാരണത്താൽ ഗീത തന്നെ വിട്ടുപിരിഞ്ഞു പോകുമോ എന്ന ഭയം കാരണം ഈ കാര്യം ഒരിക്കൽ പോലും ഭാര്യ ഗീത അറിയരുതെന്ന് അയാൾ ഡോക്ടറോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ ഗർഭിണിയായപ്പോൾ തൻ്റെ കുഞ്ഞല്ല അവളുടെ വയറ്റിൽ വളരുന്നതെന്നറിഞ്ഞിട്ടും അവളെ ചോദ്യം ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതെ യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും കാണിക്കാതെ അയാൾ ഭാര്യയോടൊപ്പം ജീവിച്ചത് അയാൾക്ക് ഗീതയെ നഷ്ടപ്പെടാതിരിക്കാനാണ്. അവളില്ലാത്ത ഒരു ജീവിതം സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. ഗീതയ്ക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതാവ് ആരാണെന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയ ഒരു അബദ്ധം. പ്രഭാകറുമായി വിവാഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് ക്യാമ്പസിൽ വെച്ച് തോമസ് ബാസ്റ്റിനുമായുള്ള സൗഹൃദം പ്രണയമായി. ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ച തോമസ് ബാസ്റ്റിൻ്റെ താല്പര്യപ്രകാരമാണ് പോലീസിൽ ചേർന്നതും. ബിസിനസ്സുകാരനായ പ്രഭാകർ ഗീതയെ കണ്ടുമുട്ടിയത് മുതൽ അവളെ വിവാഹം കഴിക്കാൻ പ്രഭാകർ ആഗ്രഹിക്കുകയും അത് സാധ്യമാക്കുകയും ചെയ്തു.
തോമസ് ബാസ്റ്റിനുമായുള്ള പ്രണയം സൗഹൃദത്തിലേക്ക് മാറിയെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു യാത്രക്കിടയിൽ അവിചാരിതമായി കണ്ടുമുട്ടിയ കാമുകന് മുന്നിൽ അവർ എല്ലാം മറന്നു. മാതൃത്വം കൊതിച്ച ഗീത ആ കുട്ടിയെ പ്രസവിക്കാൻ തീരുമാനിച്ചത് പ്രഭാകറിന് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന സത്യം ഗീതയ്ക്ക് മാത്രമേ അറിയൂ എന്നും പ്രഭാകറിന് അറിയില്ല എന്നും വിശ്വസിച്ച ഗീത ചികിത്സയുടെ ഫലമായിട്ടാണ് ഗർഭിണിയായതെന്ന് പ്രഭാകർ വിശ്വസിച്ചു കൊള്ളുമെന്ന ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ്. ജോർജ് കുട്ടിയുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും പ്രഭാകർ ജോർജ് കുട്ടിയെ പലപ്പോഴും ബന്ധപ്പെട്ടിരുന്നെന്ന് മനസ്സിലാവുകയും തുടരന്വേഷണം ഉണ്ടാവുമെന്നും ജോർജ് കുട്ടിയുടെ 2 ഏക്കർ വസ്തു വാങ്ങിയതിൽ പോലീസുകാരാണ് താമസിക്കുന്നതെന്നും അവർ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങൾ വരെ റെക്കോർഡ് ചെയ്യുമെന്നും പ്രഭാകർ ജോർജ് കുട്ടിയെ അറിയിച്ചിരുന്നു. അതുപ്രകാരമാണ് ജോർജ് കുട്ടി ഈ വീട്ടിൽ ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരമുണ്ടാകരുതെന്ന് പലപ്പോഴും വീട്ടുകാർക്ക് താക്കീത് നൽകിയത്. മകനെക്കുറിച്ചുള്ള ഭാര്യ ഗീതയുടെ സങ്കടം കണ്ട് താങ്ങാനാവാത്ത സന്ദർഭങ്ങളിലാണ് ബോഡിയെങ്കിലും തരാൻ ജോർജ് കുട്ടിയോട് പ്രഭാകർ യാചിക്കുന്നത്. CBIക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജോർജ് കുട്ടി കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. വരുണിന്റെ വസ്ത്രങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ ഫോണും കുഴിച്ചിട്ട സ്ഥലവും അയാൾ കാണിച്ചു കൊടുക്കുന്നു. ഫോറൻസിക് പരിശോധനയിൽ മൊബൈലിൽ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് കണ്ടെത്തുന്നു. അത് എവിടെയുണ്ടെന്ന് മോനിച്ചൻ പറയുമെന്ന് CBI ഓഫീസർ സേതുരാമയ്യർ പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ നിറയുന്നു. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ജോർജ് കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ റാണി വിഷനിൽ മുമ്പുണ്ടായിരുന്ന മോനിച്ചനെ പിരിച്ചുവിട്ടത് എന്തിനാണെന്ന ചോദ്യത്തിന് ജോർജ് കുട്ടിയുടെ മറുപടിയും മോനിച്ചന്റെ മറുപടിയും പരസ്പര വിരുദ്ധമായിരുന്നു. വിശദമായ അന്വേഷണത്തിൽ മോനിച്ചന് ജോർജ് കുട്ടിയുടെ മൂത്ത മകളോട് ഒരു ഇഷ്ടം തോന്നുകയും പലപ്പോഴും അപമര്യാദയായി പെരുമാറുകയും ചെയ്തിരുന്നു. അത് മനസ്സിലാക്കിയ ജോർജ് കുട്ടി 1-2 തവണ താക്കീത് നൽകുകയും വീണ്ടും ആവർത്തിച്ചപ്പോൾ അവനെ പിരിച്ചുവിടുകയുമായിരുന്നു. മോനിച്ചന് ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നതായും കണ്ടെത്തി. അതായത് രാത്രികാലങ്ങളിൽ കേബിൾ TV നന്നാക്കാനെന്ന വ്യാജേന പല വീടുകളിലെ ബെഡ്റൂമിലും കുളിമുറിയിലും എത്തി നോക്കുന്ന ശീലമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി ഏകദേശം 8:30 മണിയോടുകൂടിയാണ് മോനിച്ചൻ റാണി വിഷനിൽ നിന്നിറങ്ങുന്നത്. കയ്യിൽ കുടയുണ്ടായിട്ടും ശക്തമായ മഴ കാരണം കുറച്ചുനേരം ചായക്കടയുടെ തിണ്ണയിലിരുന്ന് മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്താണ് ജോർജ് കുട്ടിയുടെ റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് നിർത്തിയിട്ട കാറിൽ നിന്നിറങ്ങി ഒരാൾ റബ്ബർ തോട്ടത്തിലൂടെ നടക്കുന്നത് കാണുന്നത്. കേബിൾ TVയുടെ പിരിവിന് പോകുമ്പോൾ ഈ കാറിൽ വന്ന ആളാണല്ലോ അഞ്ജുവിനോട് പകൽ സംസാരിക്കുന്നത് കണ്ടതെന്ന ഓർമ്മയിൽ തെളിഞ്ഞതും മോനിച്ചൻ അയാളെ പിന്തുടർന്നു. കാറിൽ നിന്നിറങ്ങിയ ആൾ ഇരുട്ടിൽ റബ്ബർ തോട്ടത്തിലൂടെ നടന്ന് ജോർജ് കുട്ടിയുടെ വീടിന് സമീപത്തെത്തി ഏറെ നേരം ഇരുട്ടിൽ പതുങ്ങിയിരുന്നു. പിന്നീട് വിറകുപുരയിലുണ്ടായ സംഭവങ്ങളെല്ലാം ഒളിഞ്ഞിരുന്ന് കണ്ട മോനിച്ചൻ തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് വീണ വരുൺ മരിച്ചെന്ന് കരുതി അഞ്ജുവും റാണിയും വീടിനകത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ മോനിച്ചൻ വിറകുപുരയിലേക്ക് കയറി. ആ മെമ്മറി കാർഡ് കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. അവിചാരിതമായി തലയ്ക്കടിയേറ്റ് കുറച്ചു നേരത്തേക്ക് ബോധം പോയ വരുൺ കണ്ണു തുറന്നപ്പോൾ ആരോ ഒരാൾ മൊബൈൽ പരിശോധിച്ച് മെമ്മറി കാർഡ് എടുക്കുന്നതാണ് കണ്ടത്. അത് എടുക്കരുതെന്ന് പറഞ്ഞ് എണീറ്റ് വന്ന വരുണിനെ മോനിച്ചൻ അതേ വടി കൊണ്ട് ആഞ്ഞടിക്കുകയും വരുൺ തൽക്ഷണം മരിച്ചു വീഴുകയും ചെയ്തു. അകത്തേക്ക് പോയ റാണിയും മകളും തിരിച്ചു വരുന്നെന്ന് മനസ്സിലാക്കിയ മോനിച്ചൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി നിന്ന് എല്ലാം വീക്ഷിച്ചു. ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് ജോർജ് കുട്ടിച്ചായന് എന്തോ പ്രശ്നമുണ്ടോ എന്ന് പിറ്റേ ദിവസം മോനിച്ചൻ ചോദിച്ചത്. മോനിച്ചനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അയാളുടെ മകളോട് അപമര്യാദയായി പെരുമാറിയതിന് ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ പകയും ഉള്ളിലുള്ളതുകൊണ്ടാണ് CBI ഉദ്യോഗസ്ഥരോട് അയാളുടെ വിറകുപുരയിൽ പോയി അന്വേഷിക്കു സാറേ എന്ന് അറിയാതെ പറഞ്ഞു പോയത്. ആ പിഴവാണ് ഈ കേസിന് വഴിത്തിരിവായതും. കൂടാതെ സംഭവ ദിവസം രാത്രി സമയത്ത് മോനിച്ചനെ കണ്ടിരുന്നതായി ക്ലബിലെ വാർഷികത്തിന് സ്റ്റേജ് പണിക്ക് വന്നവരുടെ മൊഴിയും ഈ കേസിനൊരു വഴിത്തിരിവായി മാറി. അങ്ങനെ സംഭവബഹുലമായ നാടിനെ ഇളക്കിമറിച്ച വരുൺ കൊലപാതക കേസിന്റെ ചുരുളഴിച്ച് സേതുരാമയ്യർ CBI കയ്യടി നേടുന്നു. അപ്പോൾ നിങ്ങളൊരു സേതുരാമയ്യറിന്റെ ആരാധകനാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ജോർജ് കുട്ടിയുടെ ആരാധകനാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം.